ഇസ്ലാമിക ചരിത്രത്തിൽ നമുക്കൊരിക്കലും വിസ്മരിക്കാൻ കഴിയാത്ത ഒരു വ്യക്തിത്വമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവ്യനായ അബൂ ത്വാലിബ്. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിൻ്റെയും ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിൻ്റെയും ഒക്കെ പിതാവാണ് അബൂ ത്വാലിബ് ഇബ്നു അബ്ദുൽ മുത്തലിബ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഏറെ സ്നേഹിക്കുകയും മുശ്രിക്കായിട്ട് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംരക്ഷിക്കുകയും ഒക്കെ ചെയ്ത ആളാണ് അബൂ ത്വാലിബ്. അബൂ ത്വാലിബ് മരണാസന്നനായി കിടക്കുന്ന സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിൻ്റെ അടുക്കലേക്ക് കടന്നു പോകുന്നുണ്ട്. മരണാസന്നനായി കിടക്കുക എന്ന് പറഞ്ഞ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ സക്കറാത്തിൻ്റെ അവസ്ഥയിലെത്തി എന്നുള്ളതല്ല, മറിച്ച് ആ മരണത്തിൻ്റെ ലക്ഷണങ്ങളൊക്കെ അദ്ദേഹത്തിന് കടന്നു വരുന്ന ആ സന്ദർഭത്തിൽ പിതൃവ്യനായ അബൂ ത്വാലിബിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സന്ദർശിക്കുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹത്തിനോട് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അല്ലയോ പിതൃവ്യ, ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിക്കുക, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുക. കലിമതൻ ഉഹാജു ലക ബിഹാ ഇൻദല്ലാഹ്, ആ ഒരു കലിമത്ത് മുഖേന ഞാൻ നിങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിൻ്റെ അടുക്കൽ പറഞ്ഞുകൊള്ളാം. അള്ളാഹുവേ, എൻ്റെ പിതൃവ്യൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിച്ച ആളാണ്, അതുകൊണ്ട് അദ്ദേഹത്തെ നീ നരകത്തിൽ നിന്ന് രക്ഷിക്കണേ എന്ന രൂപത്തിൽ ഞാൻ പറഞ്ഞുകൊള്ളാം എന്നാണ് കലിമത്തൻ ഉഹാജു ലക ബിഹാ ഇൻദല്ലാഹ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. ആ സന്ദർഭത്തിൽ അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശത്രുക്കളായിരുന്ന അബൂജഹലും അബ്ദുല്ലാഹി ഇബ്നു അബീ ഉമയ്യയും ഉണ്ടായിരുന്നു. ഈ രണ്ടുപേരും അബൂ ത്വാലിബിനെ നോക്കി, യാ അം ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലെങ്കിൽ ഐ അം ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് നബി ഇവിടുന്ന് പറയുമ്പോൾ അബൂജഹലും അതുപോലെ തന്നെ അബ്ദുല്ലാഹി ഇബ്നു അബീ ഉമയ്യയും നീരസത്തോടുകൂടി നോക്കുകയാണ്. എന്നിട്ട് പറയുന്നു, യാ അബാ ത്വാലിബ്, അല്ലയോ അബൂ ത്വാലിബ്, തർഗബു അൻ മില്ലത്തി അബ്ദുൽ മുത്തലിബ്, നിങ്ങൾ അബ്ദുൽ മുത്തലിബിൻ്റെ മാർഗത്തിനോട് വിമുഖത കാണിക്കുകയാണോ? നമ്മുടെ ബാപ്പയായ അബ്ദുൽ മുത്തലിബ് പറഞ്ഞ ഒരു ചര്യ വിട്ട് ഈ മുഹമ്മദ് പറയുന്നതാണോ നിങ്ങൾ സ്വീകരിക്കുന്നത് എന്ന രൂപത്തിലാണ് അവർ പറയുന്നത്. അതർഗബു അൻ മില്ലത്തി അബ്ദുൽ മുത്തലിബ് ഫലം യസാല യുകല്ലിമാനിഹി. അവർ രണ്ടുപേരും ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു. അള്ളാഹുവിൻ്റെ റസൂൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിക്കുവാൻ വേണ്ടി കൽപ്പിക്കുമ്പോൾ നമുക്കറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, മൻ കാന ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന. ആരുടെയെങ്കിലും അവസാന വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നായാൽ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന്. അബൂദാവൂദിലെ 3116 ഹദീസാണ്. അബൂ ത്വാലിബിനെ സംബന്ധിച്ചിടത്തോളം മനസ്സുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിച്ച ആളാണ്. എന്ന് പറഞ്ഞാൽ അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല എന്നുള്ള കാര്യം അബൂ ത്വാലിബിന് അറിയാം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിൻ്റെ ദൂതനാണ് എന്നും അബൂ ത്വാലിബിന് അറിയാം. പക്ഷേ പ്രഖ്യാപിച്ചിട്ടില്ല. പ്രവർത്തനം കൊണ്ട് ദീനിൻ്റെ ആളല്ല, മനസ്സുകൊണ്ട് ഭാഗികമായി ഈ വിഷയത്തെ സപ്പോർട്ട് ചെയ്യുന്ന ആളാണ് അബൂ ത്വാലിബ്. പക്ഷേ ആ ഒരു ആദർശം, താൻ സ്വീകരിച്ച ആ നിലപാട് കൈയൊഴിയണോ വേണ്ടേ എന്നാണ് അബൂ ത്വാലിബ് ആ സന്ദർഭത്തിൽ ചിന്തിക്കുന്നത്. അപ്പോഴാണ് അബൂജഹലും
അബ്ദുല്ലാഹിബ്നു അബി ഉമയ്യയും പറയുന്നത് അതർഗബു അൻ മില്ലതി അബ്ദുൽ മുത്തലിബ്, നീ അബ്ദുൽ മുത്തലിബിന്റെ മാർഗത്തിനോട് വിമുഖത കാണിക്കുകയാണോ? അങ്ങനെ അവരിങ്ങനെ പറഞ്ഞ് ഈ കാര്യം ഇങ്ങനെ ആവർത്തിച്ച് ഹത്താ ഖാല ആഖിറ ഷൈഇൻ, അവസാനം അയാൾ പറഞ്ഞു അലാ മില്ലത്തി അബ്ദുൽ മുത്തലിബ്, അതെ ഞാനിതാ അബ്ദുൽ മുത്തലിബിന്റെ മില്ലത്തിലായിട്ടാണ് മരിക്കാൻ ആഗ്രഹിക്കുന്നത് എന്ന്. അത് പറഞ്ഞ് ആ ഒരു അവസ്ഥയിലാണ് അബൂ ത്വാലിബ് മരണപ്പെട്ടത്. നമ്മൾ ആലോചിച്ച് നോക്കണം. ഇന്ന് പലപ്പോഴും പല പുരോഹിതന്മാരോടും ആളുകൾ ചോദിക്കുകയാണ്, അവസാന വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാ എന്നായാൽ സ്വർഗത്തിൽ പ്രവേശിക്കുമെന്നാണല്ലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അപ്പോൾ ഒരാൾ യാ ഷെയ്ഖ് യാ മുഹിദ്ദീൻ എന്ന് വിളിച്ചാൽ അതിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി അവസാനമായി അത് പറയൽ യാ ഷെയ്ഖ് യാ മുഹിദ്ദീൻ എന്നല്ലേ, അയാൾ സ്വർഗത്തിൽ പോവോ? അപ്പോൾ ഇയാൾ പറയാണ്, ഒരു പേടിയും പേടിക്കണ്ട, മൊയ്തീൻ ഷെയ്ഖിനെ വിളിച്ചോ, അങ്ങനെ വിളിച്ചാൽ ലാ ഇലാഹ ഇല്ലല്ലാ ചൊല്ലാനുള്ള തൗഫീക്ക് അയാൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുമെന്നാണ്. നമ്മൾ ആലോചിച്ച് നോക്കണം. അള്ളാഹുവിനെ ആരാധിക്കണമെന്ന് പറഞ്ഞ് അള്ളാഹുവിൻ്റെ റസൂല് തൗഹീദിലേക്ക് വിളിക്കുമ്പോൾ ആ കിടക്കയുടെ അപ്പുറത്തുനിന്നുകൊണ്ട് ശിർക്കിലേക്ക് വിളിക്കുന്ന അബൂജഹലിനെയും അബ്ദുല്ലാഹിബ്നു അബീ ഉമയ്യയെയുമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നതെങ്കിൽ ഇന്നും അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം, അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കണം, നേർച്ചകളും ബലികർമ്മങ്ങളും എല്ലാം അള്ളാഹുവിൽ മാത്രം അർപ്പിക്കണമെന്ന് പറയുമ്പോൾ ഔലിയാക്കളെ വിളിക്കണം എന്ന് പറഞ്ഞിട്ട് അള്ളാഹുവിൽ നിന്ന് ജനങ്ങളെ തെറ്റിക്കുന്ന ആളുകളെ കാണാൻ കഴിയും. നമ്മൾ ആലോചിക്കേണ്ടത്, ഈ പുരോഹിതന്മാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മില്ലത്തിലാണോ അല്ല അബൂജഹലിൻ്റെയും മുശ്രിക്കുകളുടെയും മില്ലത്തിലാണോ എന്ന് നമ്മൾ ഗൗരവമായി കൊണ്ട് ആലോചിക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അബൂ ത്വാലിബിൻ്റെ മരണം ഏറെ ദുഃഖമുണ്ടാക്കി. താൻ ഏറെ സ്നേഹിക്കുന്ന, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിക്കും മുമ്പ് അദ്ദേഹത്തിൻ്റെ ഉപ്പ മരിച്ചിട്ടുണ്ട്. 6-ാമത്തെ വയസ്സിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മയും മരിച്ചിട്ടുണ്ട്. 8-ാമത്തെ വയസ്സായപ്പോൾ തന്നെ സംരക്ഷിച്ചിരുന്ന അബ്ദുൽ മുത്തലിബ് എന്ന പിതാമഹനും മരണപ്പെട്ടിട്ടുണ്ട്. പിന്നീട് പിതൃവ്യനായ അബൂ ത്വാലിബ് സ്വന്തം മക്കളെ പോറ്റുന്നതിനേക്കാൾ നല്ല രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോറ്റി വളർത്തിയതാണ്. അങ്ങനെയുള്ള ആൾ ഹിദായത്ത് ലഭിക്കാതെ മരിക്കുക എന്നുള്ളത് നബിക്കേറെ ദുഃഖമുണ്ടാക്കിയ കാര്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലഅസ്തഗ്ഫിറന്ന ലക, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പാപമോചനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുക തന്നെ ചെയ്യും. മാലം ഉൻഹ അൻഹു, ആ വിഷയത്തിൽ വിരോധിച്ചുകൊണ്ടൊരു വഹി എനിക്കിറങ്ങുന്നത് വരെ, അഥവാ അല്ലാഹു എന്നോട് നീ അദ്ദേഹത്തിനു വേണ്ടി ഇസ്തിഗ്ഫാർ തേടരുത് എന്ന് പറയുന്നത് വരെ, അങ്ങനെയുള്ളൊരു വഹി ഉണ്ടാകുന്നത് വരെ നിങ്ങൾക്ക് പുറത്തു തരാൻ വേണ്ടി ഞാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക തന്നെ ചെയ്യുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപിച്ചു. ഫനസലത്, അപ്പോൾ അല്ലാഹു തആല ആയത്തിറക്കി, മാ കാന ലിന്നബിയ്യി വല്ലദീന ആമനു അൻ യസ്തഗ്ഫിറൂ ലിൽ മുശ്രികീൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കോ വിശ്വാസികളായ ആളുകൾക്കോ പാടില്ല തന്നെ മുശ്രിക്കുകളായ ആളുകൾക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ തേടാൻ. വലൗ കാനൂ ഉലി ഖുർബാ, അവരെത്ര അടുത്ത ബന്ധുക്കളാണെങ്കിലും, മിൻ ബഅദി മാ തബയ്യന ലഹും അന്നഹും അസ്ഹാബുൽ ജഹീം, ഈ ആളുകൾ നരകത്തിൻ്റെ ആളുകളാണെന്ന് വ്യക്തമായി കഴിഞ്ഞതിന് ശേഷം. സൂറത്തു തൗബയിലെ 113-ാമത്തെ ആയത്താണ്. ഒരാൾ മുശ്രിക്കാണ് എന്ന് നമുക്ക് ബോധ്യപ്പെട്ടാൽ, ഒരാൾ എത്ര അടുത്ത ആളാണെങ്കിലും, നമ്മുടെ ഉപ്പയാണെങ്കിലും ഉമ്മയാണെങ്കിലും ഭാര്യയാണെങ്കിലും ഭർത്താവാണെങ്കിലും മക്കളാണെങ്കിലും ആരാണെങ്കിലും, മുശ്രിക്കുകൾക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ തേടാൻ വിശ്വാസികൾക്ക് പാടില്ല എന്ന വചനമിറങ്ങി. അതുപോലെ തന്നെ വനസലത് ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത, നബിയെ താങ്കൾ ഉദ്ദേശിക്കുന്നവർക്ക് ഹിദായത്ത് നൽകുവാൻ താങ്കൾക്ക് സാധ്യമല്ല എന്ന സൂറത്തുൽ ഖസസിന്റെ 56-ാമത്തെ ആയത്തും അല്ലാഹു തആല അവതരിപ്പിച്ചു. ഈ ആയത്തിൽ നിന്ന് പണ്ഡിതന്മാർ പറയുന്നത് നബി അബൂ ത്വാലിബിനെ സ്നേഹിച്ചിരുന്നു എന്നതിനുള്ള തെളിവാണിത്. ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത, താങ്കൾ ഉദ്ദേശിക്കുന്നവരെ നേർമാർഗത്തിലാക്കാൻ താങ്കൾക്ക് കഴിയില്ല.
മതപരമായ രൂപത്തിലുള്ള ദീനിൻ്റെ പേരിലുള്ള ഒരു സ്നേഹമല്ല അത്, മറിച്ച് ഓരോ മനുഷ്യൻ്റെയും ഫിത്രത്തിൽ പ്രകൃതിയാലുള്ള സ്നേഹമാണത് എന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട്. ഒരു പിതാവിന് മക്കളോടുള്ളതുപോലെ, മക്കൾക്ക് മാതാപിതാക്കളോടുള്ളതുപോലെ ഉപ്പയുടെ സഹോദരനോട് നമുക്ക് സ്നേഹമുണ്ടാകും, ഉമ്മയുടെ സഹോദരനോട് നമുക്ക് സ്നേഹമുണ്ടാകും. അങ്ങനെയുള്ള കുടുംബത്തിൽപ്പെട്ട ആളുകളോട് മറ്റുള്ളവരെക്കാൾ ചില സ്നേഹം നമുക്ക് കൂടുതലായിരിക്കും, നമുക്കറിയാം. സ്നേഹത്തിൻ്റെ വിഷയത്തിൽ കൂടുതൽ എളുപ്പമുണ്ടായിരിക്കും. ഇതേ ഒരു സ്നേഹം തൻ്റെ പിതൃവ്യനായ അബൂ ത്വാലിബിൻ്റെ വിഷയത്തിൽ നബിക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ താങ്കൾക്ക് ഞാൻ പൊറുക്കലിനെ തേടുമെന്ന് പ്രഖ്യാപിക്കുവാൻ കാരണം കേവലം തൻ്റെ പിതൃവ്യൻ ഇവിടെ നിന്ന് പിരിഞ്ഞു പോകുന്നു എന്നുള്ള ദുഃഖം മാത്രമല്ല, മുശ്രിക്കായി മരണപ്പെട്ട എൻ്റെ പിതൃവ്യൻ നരകത്തിലായിരിക്കുമല്ലോ എന്നുള്ള ചിന്തയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വേദനിപ്പിച്ചത്. നമ്മൾ ആലോചിച്ച് നോക്കണം. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പോലും ഹിദായത്ത് നൽകാൻ കഴിയില്ല എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണിത്. അഫമൻ ഹഖ്ഖ അലൈഹി കലിമത്തുൽ അദാബ് അഫഅൻത തുൻഖിദു മൻ ഫിന്നാർ. സൂറത്ത് സുമറിൻ്റെ 19-ാമത്തെ ആയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു പറയാണ്, ഏതൊരുത്തൻ്റെ വിഷയത്തിൽ ശിക്ഷയുടെ വചനം സ്ഥിരപ്പെട്ട് കഴിഞ്ഞോ അപ്പോൾ നരകത്തിലുള്ളവനെ താങ്കൾക്ക് രക്ഷപ്പെടുത്താൻ കഴിയുമോ? അള്ളാഹു തആല ഒരു മനുഷ്യൻ നരകത്തിലാണെന്ന് തീരുമാനിച്ചാൽ അയാളെ സ്വർഗത്തിലേക്ക് കൊണ്ടുവരാൻ ലോകത്താർക്കും കഴിയുകയില്ല. ഒരുത്തൻ്റെ വിഷയത്തിൽ ശിക്ഷയുടെ വചനം സ്ഥിരപ്പെട്ട് കഴിഞ്ഞാൽ അങ്ങനെയുള്ളവനെ നിനക്ക് രക്ഷപ്പെടുത്താൻ കഴിയുമോ? അങ്ങനെയുള്ള നരകാവകാശികളെ രക്ഷപ്പെടുത്താൻ കഴിയുമോ എന്ന് ചോദിക്കുമ്പോൾ ഹിദായത്ത് നൽകുന്നവൻ അല്ലാഹു തആല മാത്രമാണ്. എന്നാൽ ഇവിടെ പുരോഹിതവർഗം പറയുന്നത് അള്ളാഹുവിൻ്റെ അമ്പിയാക്കൾക്കും ഔലിയാക്കൾക്കുമെല്ലാം ഹിദായത്ത് നൽകാമെന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രാർത്ഥിക്കുന്നത് ബസ്സിർ ഫുആദി സിറാതൻ അൻത സാലികുഹു അല്ലാഹു അഅതാക ഫഅൻത മാലികുഹു. നബിയെ, താങ്കൾ പ്രവേശിച്ച സിറാത്തുൽ മുസ്തഖീമിലേക്ക് എനിക്ക് താങ്കൾ മാർഗദർശനം നൽകണമേ. താങ്കൾക്ക് അല്ലാഹു അത് നൽകിയതാണ്, താങ്കളാണ് അതിൻ്റെ ഉടമസ്ഥൻ എന്നാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് തേടുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും ഖന്തക്കിന്റെ കിടങ്ങൊഴിക്കുമ്പോൾ അവർ പാടിയത് അല്ലാഹുമ്മ ലൗലാ അൻത മഹ്തദൈനാ, അല്ലാഹുവേ നീ ഇല്ലായിരുന്നെങ്കിൽ ഞങ്ങൾ ഹിദായത്തിലാകുമായിരുന്നില്ല എന്ന വരിയാണ്. അപ്പം അല്ലാഹുവാണ് ഹിദായത്ത് നൽകുന്നത്. പ്രവാചകന്മാർക്കാർക്കും ഹിദായത്ത് നൽകാൻ കഴിയില്ല. നരകത്തിലുള്ളവരെ രക്ഷപ്പെടുത്താൻ ലോകത്താർക്കും കഴിയുകയില്ല. സ്വന്തം കുടുംബത്തിനോട് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപദേശിച്ചത് അൻഖിദൂ അൻഫുസകും മിനന്നാർ, നരകത്തിൽ നിന്ന് നിങ്ങളുടെ തടി നിങ്ങൾ കാക്കണമെന്നാണ്. എന്നാൽ മൊയ്തീൻ ഷെയ്ഖിനെ പറ്റി പറയുന്നത് എന്താ? എൻ്റെ മുരീദാരും നരകത്തിലില്ലെന്ന് നരകത്തെ കാക്കും മലക്ക് പറഞ്ഞോ വർണ്ണ. ഷെയ്ഖിൻ്റെ മുരീദായി കഴിഞ്ഞാൽ പിന്നെ സ്വർഗത്തിലാണ്, ഒരിക്കലും നരകത്തിൽ പോവുകയില്ല എന്ന പിഴച്ച വാദങ്ങളാണ് സമൂഹത്തിൽ ഇവർ പറഞ്ഞു പഠിപ്പിക്കുന്നത്. ഏതെങ്കിലും ഷെയ്ഖിൻ്റെ മുരീദായാൽ ഖബറിലെ ശിക്ഷ ഈ ഷെയ്ഖ് വന്ന് തടുക്കുമെന്ന് വിശ്വസിക്കുന്ന ആളുകളുണ്ട്. സ്വന്തം മുരീദിൻ്റെ റൂഹ് പിടിച്ച് മലക്കുൽ മൗത്ത് കടന്നു പോകുമ്പോൾ മലക്കുൽ മൗത്തിൻ്റെ കൊട്ട തട്ടി എല്ലാ റൂഹിനെയും പറത്തിക്കളഞ്ഞു എന്ന ഏറ്റവും വലിയ വ്യാജ നിർമ്മിതികളായ കള്ളക്കഥകൾ നമ്മുടെ നാട്ടിൽ പ്രചരിപ്പിക്കുന്ന ആളുകളുണ്ട്. പ്രിയമുള്ളവരെ, ഹിദായത്ത് നൽകാൻ അള്ളാഹ്ക്ക് കഴിയൂ, സ്വർഗം നൽകുവാൻ അള്ളാഹുവിനെ കഴിയൂ, നരകത്തിൽ നിന്ന് രക്ഷിക്കുവാൻ അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് കഴിയുന്ന ഏറ്റവും വലിയ പാഠമാണ് ഈ ഒരു അബൂ ത്വാലിബിൻ്റെ ചരിത്രം നമ്മെ അറിയിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തു തൗബയിലെ 113-114 ആയത്തുകളിൽ പറയുന്നു, മാ കാന ലിന്നബിയ്യി വല്ലദീന ആമനൂ അൻ യസ്തഗ്ഫിറൂ ലിൽ മുശ്രിക്കീൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കോ വിശ്വാസികൾക്കോ മുശ്രിക്കുകൾക്ക് വേണ്ടി പാപമോചനം തേടാൻ പാടില്ല തന്നെ. വലൗ കാനൂ ഉലി ഖുർബാ മിൻ ബഅദി മാ തബയ്യന ലഹും അന്നഹും അസ്ഹാബുൽ ജഹീം. അവർ വ്യക്തമായ നരകത്തിൻ്റെ അവകാശികളാണെന്ന് ബോധ്യമായതിനു ശേഷം അല്ലാഹു പറയുക, വമാ കാന ഇസ്തിഗ്ഫാറു ഇബ്രാഹീമ ലി അബീഹി. എന്നാൽ ഇബ്രാഹിം അലൈഹിസ്സലാം തൻ്റെ പിതാവിന് വേണ്ടി ഇസ്തിഗ്ഫാർ തേടിയിട്ടുണ്ട്. മുശ്രിക്കായ ആസർ എന്ന് പറയുന്ന പിതാവിന് വേണ്ടി
പുറത്തു കൊടുക്കാൻ വേണ്ടി ഇബ്രാഹിം അലൈഹിസ്സലാം തേടിയിട്ടുണ്ട്. അതെങ്ങനെയാണ്? ഇല്ലാ അൻ മൗഇദത്തിൻ വഅദഹാ. ഇബ്രാഹിം നബി സ്വന്തം ഉപ്പാനോട് പറഞ്ഞിരുന്നു, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ തേടുമെന്ന്. ആ ഒരു കരാറ് പാലിച്ചത് മാത്രമാണത്. അഥവാ വീട്ടിൽ നിന്ന് പുറത്താക്കുമ്പോൾ ഇബ്രാഹിം അലൈഹിസ്സലാം പറഞ്ഞു, സലാമുൻ അലൈക്ക്, നിങ്ങൾക്ക് സലാമുണ്ടാകട്ടെ ഉപ്പാ, നിങ്ങൾക്ക് സലാമുണ്ടാകട്ടെ. സഅസ്തഗ്ഫിറു ലക റബ്ബി, നിങ്ങൾക്ക് വേണ്ടി ഞാൻ എൻ്റെ റബ്ബിനോട് ഇസ്തിഗ്ഫാർ തേടും എന്ന് ഇബ്രാഹിം അലൈഹിസ്സലാം പിതാവിനോട് കരാറിയതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ബാപ്പാക്ക് പുറത്തു കൊടുക്കാൻ വേണ്ടി അള്ളാഹിനോട് തേടിയത്. അല്ലാഹു തആല പറയാണ്, ഇല്ലാ അൻ മൗഇദത്തിൻ വഅദഹാ ഇയ്യാഹു, തൻ്റെ പിതാവിന് വേണ്ടി പൊറുക്കലിനെ തേടാമെന്ന വാഗ്ദാനം നടത്തിയതിൻ്റെ പേരിൽ മാത്രമാണ് ഇബ്രാഹിം അലൈഹിസ്സലാം ഇസ്തിഗ്ഫാർ തേടിയത്. എന്നാൽ ഫലമ്മാ തബയ്യന ലഹു അന്നഹു അദുവ്വുൻ ലില്ലാഹി തബറഅ മിൻഹു, തൻ്റെ പിതാവ് അള്ളാഹുവിൻ്റെ ശത്രുവാണെന്ന് അദ്ദേഹത്തിന് വ്യക്തമായപ്പോൾ ഇബ്രാഹിം അലൈഹിസ്സലാം ബാപ്പ ആസറിന് വേണ്ടി ഇസ്തിഗ്ഫാർ തേട്ടം അവസാനിപ്പിച്ചു, പാപമോചന പ്രാർത്ഥന അവസാനിപ്പിച്ചു. അല്ലാഹുവേ, എൻ്റെ ഉപ്പാക്ക് പുറത്തു കൊടുക്കണേ എന്ന ആ ദുആ ഇബ്രാഹിം അലൈഹിസ്സലാം അവിടെ അവസാനിപ്പിക്കുകയാണെന്ന് വിശുദ്ധ ഖുർആൻ സൂറത്തു തൗബയിലെ 113, 114 ആയത്തുകൾ പഠിപ്പിക്കുന്നുണ്ട്. സൂറത്തുൽ മുംതഹനയിലെ 4-ാമത്തെ ആയത്തിൽ കാണാം, നിങ്ങൾക്ക് ഇബ്രാഹിം അലൈഹിസ്സലാമിൽ ഉത്തമമായ മാതൃകയുണ്ട്, അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ആളുകളിലും നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ട്. അദ്ദേഹം പറയാണ്, ജനങ്ങളോട് പറയാൻ, നിങ്ങൾക്കും ഞങ്ങൾക്കുമിടയിൽ ശത്രുതയാണ്. നിങ്ങളുടെ ആഘോഷങ്ങളിലോ ആരാധനയിലോ ഒന്നും ഞങ്ങൾ പങ്കാളികളാവുകയില്ല. ഹത്താ തുഅ്മിനു ബില്ലാഹി വഹദ, നിങ്ങൾ അല്ലാഹനെ മാത്രം ആരാധിക്കുന്നത് വരെ നിങ്ങളുമായി ഞങ്ങൾ യാതൊരു രഞ്ജിപ്പുമില്ല. ആദർശനിഷ്ഠ ഇബ്രാഹിം അലൈഹിസ്സലാം പ്രഖ്യാപിക്കുന്നത്. അല്ലാഹു പറയുന്നു, ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് ഇബ്രാഹിം അലൈഹിസ്സലാമിൽ മാതൃകയില്ല എന്ന ആശയം. എന്താ? ഇല്ലാ ഖൗല ഇബ്രാഹിമ ലി അബീഹി ലഅസ്തഗ്ഫിറന്ന ലക. ഇബ്രാഹിം തൻ്റെ ഉപ്പയോട് പറഞ്ഞു, നിങ്ങൾക്ക് വേണ്ടി ഞാൻ പൊറുക്കലിനെ തേടുക തന്നെ ചെയ്യും. അങ്ങനെ പറഞ്ഞതിൽ നിങ്ങൾക്ക് മാതൃകയില്ല. അപ്പോൾ മുശ്രിക്കുകളായ ആളുകൾക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ തേടാൻ പാടില്ല എന്നതിന് അബൂ ത്വാലിബിൻ്റെ ചരിത്രം നമുക്ക് പാഠം നൽകുന്നു. മാത്രവുമല്ല, അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, നാളെ പരലോകത്ത് വെച്ച് ഇബ്രാഹിം അലൈഹിസ്സലാം ഉപ്പ ആസറിനെ കാണും. ഇൽഖാ ഇബ്രാഹിമു അബാഹു ആസറ യൗമൽ ഖിയാമ വഅലാ വജി ആസറ ഖത്റത്തുൻ വഗബ്റ. അപ്പോൾ ആസറിൻ്റെ മുഖത്ത് നിന്ദ്യതയും അപമാനവും പ്രകടമാകും. ഫയഖൂലു ലഹു ഇബ്രാഹിം, അപ്പോൾ ഇബ്രാഹിം അലൈഹിസ്സലാം അദ്ദേഹത്തിനോട് ചോദിക്കും, അലം അഖുൽ ലക ലാ തഅസിനി, നിങ്ങളോട് ഞാൻ പറഞ്ഞില്ലായിരുന്നോ നിങ്ങൾ എന്നെ ധിക്കരിക്കരുത് എന്ന്. ഫയഖൂലു അബൂഹു, അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉപ്പ പറയും, ഫൽയൗമ ലാ ഉഅസീക് ഇബ്രാഹിം, ഇന്ന് ഞാൻ നിന്നെ ധിക്കരിക്കുകയില്ല, ഇന്ന് ഞാൻ നിന്നെ ധിക്കരിക്കുകയില്ല. നമ്മൾ മനസ്സിലാക്കണം, വീട്ടിൽ നിന്ന് പുറത്താക്കിയ ഉപ്പയാണ്. അതുപോലെ തന്നെ വലിയ തീകുണ്ടാരത്തിലേക്ക് എറിയാൻ വേണ്ടി സഹകരിച്ച പിതാവാണ്. അങ്ങനെയുള്ള പിതാവ് നരകത്തിൽ പോകുമോ ആ സന്ദർഭത്തിൽ ആ പിതാവിന് വേണ്ടിയിട്ട് അള്ളാഹുവിൻ്റെ അടുക്കൽ ശിപാർശ പറയാൻ ഇബ്രാഹിം അലൈഹിസ്സലാം തയ്യാറാവുകയാണ്. ഫയഖൂലു ഇബ്രാഹിം അലൈഹിസ്സലാം പറയും, അല്ലാഹുവേ, യാ റബ്ബ്, അല്ലാഹുവേ, ഇന്നക വഅദ്തനി അല്ലാ തുഖ്സിനി യൗമൽ ഖിയാമ, നീ എന്നോട് വാഗ്ദാനം ചെയ്തതല്ലേ ഖിയാമത്ത് നാളിൽ എന്നെ അപമാനിക്കുകയില്ല എന്നുള്ളത്. ഫഅയ്യു ഖിസിയിൻ അഖ്സി ഫഅയ്യു ഖിസിയിൻ അഖ്സാ മിൻ അബി അൽ അബ്അദ്, എൻ്റെ പിതാവായ ആസർ നിന്റെ കാരുണ്യത്തിൽ നിന്ന് അകറ്റപ്പെടുക എന്നതിനേക്കാൾ വലിയ അപമാനം മറ്റെന്താണുള്ളത് എന്ന് പറയുകയാണ്. അപ്പോൾ അല്ലാഹു തആല പറയും, ഇന്നി ഹറംതുൽ ജന്നത അലൽ കാഫിരീൻ, തീർച്ചയായും ഞാൻ നിഷേധികൾക്ക് സ്വർഗം നിഷിദ്ധമാക്കിയിരിക്കുന്നു എന്നാണ്. പ്രിയമുള്ളവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരാൾക്ക് സ്വർഗം നിഷിദ്ധമാക്കിയാൽ അയാളെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുവാൻ ആർക്കും കഴിയില്ല. അല്ലാഹ് ഒരാളെ നരകത്തിൽ പ്രവേശിപ്പിച്ചാൽ അവനെ രക്ഷപ്പെടുത്താനും ആർക്കും കഴിയില്ല. ഹിദായത്ത് നൽകാൻ അല്ലാഹ്ക്കല്ലാതെ കഴിയില്ല. ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ ഉപ്പയെ ഒരു ചെന്നായയുടെ രൂപത്തിലാക്കിക്കൊണ്ട്
നരകത്തിലേക്ക് എറിയുന്നു എന്നൊക്കെ നമുക്ക് ഹദീസിൽ കാണാൻ കഴിയും. ഞാൻ പറഞ്ഞു വരുന്നത്, അബൂ ത്വാലിബിൻ്റെ ചരിത്രം നമ്മെ പഠിപ്പിക്കേണ്ട ഏറ്റവും വലിയ പാഠം ഹിദായത്ത് റബ്ബിൻ്റെ അപാരമായ അനുഗ്രഹമാണ് എന്നാണ്. നൂഹ് നബിൻ്റെ മകന് ഹിദായത്ത് കിട്ടിയിട്ടില്ല. ലൂത്ത് അലൈഹിസ്സലാമിൻ്റെ ഭാര്യയ്ക്കും നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ ഭാര്യയ്ക്കും ഹിദായത്ത് കിട്ടിയിട്ടില്ല. പ്രവാചകന്മാരുടെ അടുത്ത ആളുകൾക്ക് പോലും ലഭിക്കാത്ത മഹാസൗഭാഗ്യമാണ് നമുക്ക് കിട്ടിയത്, നമ്മൾ ആശ്വസിക്കുക. എന്നാൽ ഫിർഔനിൻ്റെ പത്നിയായിട്ടും ആസിയ റളിയല്ലാഹു അൻഹക്ക് അല്ലാഹു തആല ഹിദായത്ത് നൽകി. ഒരിക്കലും നമ്മൾ മനസ്സിലാക്കരുത് നമ്മുടെ അറിവ് കൊണ്ടും കഴിവ് കൊണ്ടും മാത്രം നേടിയെടുക്കാൻ കഴിയുന്നതാണ് ഹിദായത്ത് എന്ന്. മറിച്ച് അത് അല്ലാഹുവിൻ്റെ അപാരമായ തൗഫീഖാണ്. നിരന്തരമായ റബ്ബിനോട് നമ്മളത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്ന് പറയുമ്പോൾ, അല്ലാഹുവേ നീ എന്നെ നേർമാർഗത്തിൽ നയിക്കണമേ എന്ന് പറയുമ്പോൾ ഒരുപാട് ആശയതലങ്ങൾ അതിനുണ്ട്. അഥവാ എനിക്ക് നേർമാർഗം കാണിക്കുകയും അതിലൂടെ നയിക്കുകയും ആ മാർഗത്തിൽ നിന്ന് പിഴക്കാതെ എന്നെ അതിൽ ഉറപ്പിച്ചു നിർത്തുകയും ചെയ്യണമേ എന്ന വിശാലമായ അർത്ഥതലങ്ങൾ ആ ദുആ-ക്കുണ്ട്. അങ്ങനെ അള്ളാഹുവിനോട് ഹിദായത്ത് തേടാനും ളലാലത്തിൽ നിന്ന് രക്ഷ തേടാനും നമുക്ക് കഴിയണം. അല്ലാഹു തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. സൂറത്തുൽ ഖസസിലെ 56-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നത്, ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത, നബിയെ താങ്കൾ ഉദ്ദേശിക്കുന്നവരെ നേർമാർഗത്തിലാക്കാൻ താങ്കൾക്ക് കഴിയില്ല. വലാകിന്നല്ലാഹ യഹ്ദീ മൻ യശാ, മറിച്ച് അല്ലാഹു തആല താൻ ഉദ്ദേശിക്കുന്നവരെ നേർമാർഗത്തിലാക്കും. വഹുവ അഅലമു ബിൽ മുഹ്തദീൻ, അവരാണ് നേർമാർഗം പ്രാപിച്ചവരെ പറ്റി ഏറ്റവും നന്നായി അറിയുന്നവർ എന്നാണ്. എന്നാൽ സൂറത്തു ശൂറയിലെ 52-ാമത്തെ ആയത്തിൽ നമുക്ക് കാണാം, നബിയോട് അല്ലാഹു തആല പറയുന്നു, വഇന്നക ലതഹ്ദീ ഇലാ സിറാത്തിൻ മുസ്തഖീം, നബിയെ താങ്കൾ സിറാത്തുൽ മുസ്തഖീമിലേക്ക് വഴി കാണിക്കുന്നവർ തന്നെയാകുന്നു എന്നാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, രണ്ട് രൂപത്തിലുള്ള ഹിദായത്തുണ്ട്. ഒരുപാട് ഇനങ്ങൾ പണ്ഡിതന്മാർ എണ്ണുന്നുണ്ട്. അതിൽ പ്രധാനമായി രണ്ട് രൂപത്തിലുള്ള ഹിദായത്തുണ്ട്. ഒന്ന് ഹിദായത്തു തൗഫീഖ്, അഥവാ സന്മാർഗം നൽകുക എന്നുള്ളത്. അത് അല്ലാഹ്ക്ക് മാത്രം കഴിയുന്ന കാര്യമാണ്. രണ്ട് ഹിദായത്തു ദലാലത്തി വൽ ഇർഷാദ്, അതായത് സന്മാർഗം കാണിക്കുകയും ആ വഴി ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന കാര്യം. അത് പ്രവാചകന്മാരും പ്രബോധകന്മാരും ഒക്കെ നിർവഹിക്കുന്ന കാര്യങ്ങളാണ്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹാദിയാണ് എന്ന് പറയുമ്പോൾ നേർമാർഗത്തിലേക്ക് നയിക്കുന്നവൻ എന്നല്ല അതിൻ്റെ അർത്ഥം, നേർമാർഗം കാണിക്കുന്നവനും അതിലേക്ക് വിളിക്കുന്നവനും എന്നാണ്. നേർമാർഗത്തിൽ ചേർക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. അല്ലാഹു മാത്രമാണ് ഹിദായത്ത് നൽകുന്നത്. പ്രവാചകന്മാർ ഹിദായത്ത് നൽകുമെന്ന രൂപത്തിലുള്ള പ്രയോഗങ്ങൾ കണ്ടാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അവർ സന്മാർഗം ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുന്നു, അതിലേക്ക് അവരെ ക്ഷണിക്കുന്നു, ആ വഴിയിലേക്ക് അവരെ വിളിക്കുന്നു എന്നാണ് അതിൻ്റെ ആശയമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി മറ്റൊരു കാര്യം, അബൂ ത്വാലിബ് എന്ന് പറയുന്ന വ്യക്തി, അയാൾ ലാ ഇലാഹ ഇല്ലല്ലാ അംഗീകരിച്ച ആളായിരുന്നു എന്ന് പറയുമ്പോൾ അബൂ ത്വാലിബിന് അറിയാം ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞാൽ ലാ മഅബൂദ ബിഹഖിൻ ഇല്ലല്ലാ, അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല എന്നാണ് അതിൻ്റെ അർത്ഥമെന്ന്. അബൂജഹലിനും മറ്റുമെല്ലാം അറിയാം ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞാൽ അല്ലാഹനെ മാത്രമേ വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടുള്ളൂ, അവനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്ന്. അതുകൊണ്ടാണ് അബൂജഹലും മറ്റും അത് പറയാൻ സമ്മതിക്കാതിരുന്നത്. അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാ തീരെ അറിയാത്ത, അതിൻ്റെ അർത്ഥമോ ആശയമോ അറിയാത്ത ഒരു വ്യക്തിയോട് പോയിട്ട് നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാ ചൊല്ലോ എന്ന് പറഞ്ഞതല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മറിച്ച് ഇതൊക്കെ അറിയാവുന്ന ഒരു വ്യക്തിയോടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മറ്റൊരു കാര്യം, അബൂ ത്വാലിബ് ഒരിക്കലും സക്കറാത്തിൻ്റെ അവസ്ഥയിൽ എത്തിയിട്ടില്ല നമ്മൾ പറഞ്ഞു. മരണം മുമ്പിൽ കാണുന്ന മലക്കുൽ മൗത്ത് കടന്നു വരുന്ന ആ സന്ദർഭത്തിലല്ല അദ്ദേഹത്തിനോട് നബി അത് പറയുന്നത്. കാരണം ആ സമയത്ത് ഒരാളോട് പറഞ്ഞാൽ അയാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിച്ചാൽ അത് സ്വീകരിക്കുകയില്ല. അതുവരെ മുശ്രിക്കായി ജീവിക്കുകയും മരണം മുമ്പിൽ കാണുമ്പോൾ മലക്കുൽ മൗത്തിനെ കാണുമ്പോൾ
ഞാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ സ്വീകരിക്കില്ല എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. നമുക്കറിയാം, ഏറ്റവും വലിയ ധിക്കാരിയാണ് ഫിർഔൻ. ഞാനല്ലാത്ത വേറെ ഇലാഹുള്ളതായി എനിക്കറിയില്ല, ഞാൻ അത്യുന്നതനായ റബ്ബാണ്, മൂസയെ ഞാൻ കൊല്ലും എന്നൊക്കെ പറഞ്ഞ് ധിക്കാരം പറഞ്ഞ ആളാണ് ഫിർഔൻ. ആ ഫിർഔൻ മരണാസന്നനായി കിടക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ആ വലിയ വലിയ തിരമാലകൾ ആ ഫിർഔനിനെയും അവൻ്റെ പട്ടാളത്തെയും വിഴുങ്ങുമ്പോൾ അല്ലാഹു തആല പറയുന്നു, ഹത്താ ഇദാ അദ്റക അൽ ഗർഖു, അവനെ തിരമാല പിടികൂടുന്ന സന്ദർഭത്തിൽ ഖാല ആമൻതു അന്നഹു ലാ ഇലാഹ ഇല്ലല്ലദീ ആമനതു ബിഹി ബനു ഇസ്രായീൽ. ഫിർഔൻ പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലദീ ആമനതു ബിഹി ബനു ഇസ്രായീൽ, ബനു ഇസ്രായേലുകാർ ആരാധിച്ച അല്ലാഹു അല്ലാത്ത ഒരു ഇലാഹുമില്ല എന്നിതാ ഞാൻ പ്രഖ്യാപിക്കുന്നു എന്നാണ്. വ അന മിനൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിങ്ങളിൽ പെട്ടവനാണ് എന്നും ഫിർഔൻ പ്രഖ്യാപിച്ചു. പക്ഷേ എന്തുകൊണ്ട് സ്വീകരിച്ചില്ല? അല്ലാഹു ചോദിച്ചത്, ആൽ ആൻ, ഇപ്പോഴാണോ, വഖദ് അസൈത ഖബൽ വകുൻത മിനൽ മുഫ്സിദീൻ, ഇപ്പോഴാണോ, മുമ്പ് നീ ധിക്കരിച്ചിരുന്നല്ലോ, നീ തമ്മാടികളിൽപ്പെട്ട ആളായിരുന്നല്ലോ എന്ന് അല്ലാഹു തആല അറിയിക്കുന്നു. സൂറത്ത് യൂനുസിലെ 90-91 ആയത്തുകളാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, മരണം മുമ്പിൽ വരുന്നതിന് മുമ്പ്, മരണം കടന്നു വരുന്നതിന് മുമ്പ് നമ്മൾ അല്ലാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങാൻ തയ്യാറാവണം. ഇന്നല്ലാഹ അസ്സ വജല്ല ലയഖ്ബലു തൗബതൽ അബ്ദി മാ ലം യുഗർഗിർ. ആ മരണം തൊണ്ടക്കുലെത്തുന്നത് വരെ അല്ലാഹു തആല ഒരു അടിമയുടെ തൗബ സ്വീകരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്. ചില പണ്ഡിതന്മാർ തൗബ സ്വീകരിക്കാനുള്ള ഷർത്തുകളിൽ എണ്ണിയ കാര്യമാണ് മരണം കടന്നു വരുന്നതിന് മുമ്പ് തൗബ ചെയ്യുക എന്ന്. എത്ര മാരകമായ രോഗമാണെങ്കിലും നമ്മൾ തൗബ ചെയ്ത് അല്ലാഹു സ്വീകരിക്കും. അല്ലാഹു തആല ഉദ്ദേശിച്ചാൽ ഏതൊരവസ്ഥയിലാണ് നമ്മളെങ്കിലും അല്ലാഹു തആല നമുക്ക് പുറത്തു വരും. എന്നാൽ മലക്കുൽ മൗത്ത് കടന്നു വന്നാൽ തൗബ സ്വീകരിക്കില്ല എന്ന ആശയം വിശുദ്ധ ഖുർആനിൻ്റെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനത്തിൻ്റെയും ആശയമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മറ്റൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ചീത്ത കൂട്ടുകാർ അവർ എപ്പോഴും നമുക്ക് വിനയായിരിക്കും. അബൂ ജഹല്, അതുപോലെ തന്നെ അബ്ദുല്ലാഹിബ്നു അബി ഉമയ്യ എന്ന് പറയുന്ന ഈ രണ്ട് കൂട്ടുകാരാണ് അബൂ ത്വാലിബിൻ്റെ ഇസ്ലാം സ്വീകരണത്തിന് തടസ്സമായി തീർന്നത്. കള്ള് കുടിക്കാൻ, ലഹരി ഉപയോഗിക്കുവാൻ, അശ്ലീലങ്ങൾ കാണാൻ, പള്ളിയിലേക്ക് വരുമ്പോൾ തടഞ്ഞു വെക്കാൻ, ഒരു നല്ല ക്ലാസ് കേൾക്കാൻ പോകുമ്പോൾ പിടിച്ചു മാറ്റാനൊക്കെ ആളുകളുണ്ടാവും, ചീത്ത കൂട്ടുകെട്ടുണ്ടാവും. അത്തരം ആളുകൾ നമ്മെ നരകത്തിലേക്കാണ് നയിക്കാൻ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ വാക്കിനേക്കാൾ മറ്റൊരുത്തൻ്റെയും വാക്കിന് ഒരു വിലയും നമ്മൾ നൽകരുത് എന്ന ഏറ്റവും വലിയ പാഠവും ഈ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. മറ്റൊന്ന്, പിതാക്കന്മാരെ പറ്റി അമിതമായ രൂപത്തിലുള്ള സ്നേഹം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല, ഞങ്ങളുടെ ഉപ്പയും ഉപ്പാൻ്റെ ഉപ്പയും വല്ലിപ്പയും കഴിഞ്ഞ തലമുറക്ക് എങ്ങനെ ജീവിച്ചത്, അവരൊക്കെ നരകത്തിലാണോ സ്വർഗത്തിലാണോ എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ട്. യഥാർത്ഥത്തിൽ അബൂ ത്വാലിബ് ആ ഒരു ആദർശം സ്വീകരിക്കാതിരിക്കാൻ കാരണം, അഥവാ ഇസ്ലാം സ്വീകരിക്കാതിരിക്കാൻ കാരണം അവരുടെ മുൻഗാമികളെ പറ്റി ആലോചിച്ചുകൊണ്ടാണ്. ഇത്രയും കാലം നമ്മളൊക്കെ പറഞ്ഞൊരു ആശയത്തിനെതിരായിക്കൊണ്ട് മുഹമ്മദിൻ്റെ മതം സ്വീകരിച്ച് മരണപ്പെടുന്ന ആളുകൾ പറയുമല്ലോ എന്ന് അവർ വിചാരിച്ചത്. വലഖദ് അലിംതു ബിഅന്ന ദീന മുഹമ്മദിൻ ഖൈറു അദിയാനിൽ ബരിയത്തി ദീന. അദ്ദേഹത്തിൽ നിന്ന് ചേർക്കപ്പെടുന്ന ഒരു കവിത ഉണ്ട്. അദ്ദേഹം പറയാണ്, എനിക്കറിയാം മുഹമ്മദിൻ്റെ ദീനാണ് ഏറ്റവും നല്ല ദീനെന്ന് എനിക്കറിയാം. പക്ഷേ ഈ മരണത്തിൻ്റെ സമയത്ത് അബൂ ത്വാലിബ് ദീൻ മാറ്റി പറഞ്ഞു എന്ന് ആളുകൾ പറയും, അതുകൊണ്ട് മാത്രം ഞാൻ സ്വീകരിക്കുന്നില്ല എന്നുള്ള ചെറിയൊരു കിബിർ അദ്ദേഹത്തിനുണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഈ ഒരു ആദർശം സ്വീകരിക്കാൻ അയാൾക്ക് തടസ്സമായി തീർന്നത്. പലപ്പോഴും പല ആൾക്കാർക്ക് സത്യം മനസ്സിലായിട്ടുണ്ട്. പക്ഷെ മഹലിൻ്റെ സെക്രട്ടറിയാണ്, മഹലിൻ്റെ പ്രസിഡൻ്റാണ്, അല്ലെങ്കിൽ അവിടെ ഒരുപാട് സ്ഥാനമാനങ്ങളുണ്ട്, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് പുറത്താക്കും. അങ്ങനെ ഓരോ ചെറിയ ചെറിയ കാര്യങ്ങൾ പറഞ്ഞ് ഏറ്റവും വലിയ ദീനിനെ അവർ കൈയൊഴിയുമ്പോൾ യഥാർത്ഥത്തിൽ അബൂ ത്വാലിബിൻ്റെ ഒരു അവസ്ഥ പലപ്പോഴും അവർക്കറിയാം നമ്മൾ പറഞ്ഞാലും ശരിയെന്നും തൗഹീദാണ് നമ്മൾ സ്വീകരിക്കേണ്ടതെന്നും അള്ളാഹുവിനെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടില്ല എന്നുള്ളതും നേർച്ചയും അതുപോലെ തന്നെ അതിൻ്റെ ഭാഗമായി വരുന്ന ഒരുപാട് കാര്യങ്ങൾ അതൊന്നും പാടില്ല എന്നും അള്ളാഹുലേക്ക് തന്നെ മടങ്ങേണ്ടെന്നൊക്കെ അവർക്കറിയാം. എന്നാലും അവരാരും ആളുകളെ കൂടെ അങ്ങനെ പോകണമെന്നുണ്ടാ, അതാണ് ശരിയെന്ന് വിചാരിച്ചുകൊണ്ടാ, അല്ല ഇതാണ് ശരിയെന്നവർക്കറിയാം. എന്നിട്ടും ഇങ്ങനെയൊക്കെ അങ്ങോട്ട് പോവട്ടെ, നാട്ടിൽ സ്ഥാനമാനങ്ങളൊക്കെ നഷ്ടപ്പെടുന്നു ഭയന്നുകൊണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് അള്ളാഹുവിങ്കിലേക്ക് വിനയപ്പെടാൻ
അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് മടങ്ങുവാൻ നമുക്ക് സാധിക്കണം. ഏത് പ്രതിസന്ധി ഉണ്ടായാലും എത്ര വലിയ പരീക്ഷണങ്ങളുണ്ടായാലും ദീൻ കൈവിടാതെ അതിൽ ഉറച്ചു നിൽക്കാൻ നമുക്ക് കഴിയണം. അള്ളാഹു തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ.